നമ്മൾ ജോലി വേണ്ട എന്ന് വെക്കുന്നു. എൻ്റെ വൈഫ് 4-6 മാസം ക്യാരിങ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ജോലി വേണ്ടാന്ന് വെക്കുന്നത്. അപ്പൊ ആ സമയത്ത് ജോലി വേണ്ടാന്ന് വെക്കുന്നു. പല ആളുകളുടെയും ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പോലും എന്തിനാണ് അവൻ അങ്ങനെ, പിന്നെ എന്തിനാ അവന് എംടെക് പഠിക്കാൻ പോയത്, ആ ചോദ്യങ്ങൾക്കൊക്കെ ഇവര് ഉത്തരമില്ലാണ്ട് നിൽക്കുന്നത് നമ്മൾ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. അത് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി പോയിരിക്കുന്നു, അവൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇതൊരു അവർക്കാർക്കും കൊടുക്കാൻ ഉത്തരങ്ങളില്ല. ഇപ്പൊ ഇവൻ വൈഫിന്റെ അമ്മയുടെ അടുക്കൽ പോലും ചോദിക്കുന്നു, അത് ആ കുട്ടിക്ക് ജോലിയൊന്നും ഇല്ലേ, അപ്പൊ എങ്ങനെ ഇവർ ജീവിക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് അവരും ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വൈഫ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറയാ, ചില സമയങ്ങളിൽ പരസ്യമൊക്കെ, അന്നത്തെ പരസ്യ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 രൂപ 20,000 രൂപയ്ക്കൊക്കെയാണ് പരസ്യം ചെയ്യണത്. ഞാൻ കുറച്ച് മുമ്പ് ശങ്കറിന്റെ കേസിലും പറഞ്ഞില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു നമ്മുടെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് കിട്ടുന്നത് ചിലപ്പോൾ 5,000 രൂപയൊക്കെ ആയിരിക്കും, ഇന്നത്തെ പോലെ അല്ല. അപ്പം ആ 5,000 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് പലപ്പോഴും വൈഫിന്റെ അടുക്കലൊക്കെ ചില റിലേറ്റീവ്സും അല്ലെങ്കിൽ ചില നമ്മൾ നാട്ടുകാരൊക്കെ ചോദിക്കും, ആ പരസ്യം തരം ചെയ്തിട്ട് എത്ര രൂപ കിട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് 5,000 രൂപ കിട്ടില്ല, ജോലി ചിലപ്പോൾ 5 ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറയും. കാരണം 10 ഇരട്ടിയൊക്കെ കൂട്ടി പറഞ്ഞ് അത് ആ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു.